നേരെ നമ്മൾ ചുണ്ടൻവള്ളം മത്സരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഇവനെ അടുത്തുനിന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ആലപ്പുഴ എത്തി അങ്ങനെ 2 ചുണ്ടന്മാരെ രാവിലെ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൻ വാക്ക് പാലിച്ചു. ചുണ്ടൻ അറ്റകുറ്റ പണിയിലാട്ടോ. ആശാനം ഒരേ പണിയാണ് ചുണ്ടൻവള്ളത്തിൽ. ഇവനോ നിങ്ങളോടെ ഇവന്മാർക്ക് അത് ഈ പോകുന്ന കാണുമ്പോൾ നമ്മളാ ആ ഉത്സവത്തിൻ്റെ തിമിർപ്പിൽ അങ്ങ് ആയിപ്പോകും. നമുക്ക് ഇവനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാ നീളോ, എത്രയോ പേരല്ലേ അതിനകത്ത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാറി എന്തോരം പേരാറ്. ഈ സാധനം മുങ്ങിയൊന്നും പോകത്തില്ല. എന്നാ സ്പീഡിലാണ് പോകുന്നത്. ഒരു 70 കിലോമീറ്റർ സ്പീഡിലെങ്കിൽ ഈ സാധനം പറക്കും. ഓ ചുണ്ടനെ കാണുമ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു തരിപ്പ്. കരുവാറ്റ ചുണ്ടൻ, അങ്ങനെയാണ് അവൻ്റെ പേര് കേട്ടോ. കരുവാറ്റ ചുണ്ടൻ. രാവിലെ തന്നെ മഞ്ഞൊക്കെ കൊണ്ട് ആശാൻ ഇങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ ഒഴിയാൻ കിടക്കില്ലേ, ആ കിടപ്പാണല്ലേ. എന്തൊരു നീളമല്ലേ. അത് വേറൊന്നും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ കാണാൻ പോവാം. ആട്ടാ നല്ല മീനുണ്ട് കേട്ടോ ഇതിനകത്ത്. എൻ്റെ മോനെ എടാ ഇത് മറ്റേ സാധനമല്ലേ, നമ്മളെ ഒതളങ്ങ. അപ്പം ആത്മഹത്യ ചെയ്യാൻ പേരണയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെർബൽ പ്രകൃതിദത്ത പ്രൊഡക്റ്റാണ് ഒതളങ്ങ. നിറച്ച് മീനുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ നമുക്ക് അടുത്ത ചുണ്ടൻവള്ളത്തിനടുത്തേക്ക് പോകാം. ഇവിടെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആഹാ ചുണ്ടൻ ഇതാടാ വിശ്രമിക്കുന്നു. അടിപൊളി ഒരു വലിയ ഷെഡായിരിക്കും. ഇത്ര നീളമുള്ള ചുണ്ടനൊക്കെ കിടക്കണമെങ്കിൽ ഷെഡിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ചേ. അപ്പം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാമ്പുണ്ട്. പാമ്പ് കടിക്കുമ്പോഴൊക്കെ നോക്കണം. കടിക്കുമ്പോൾ അല്ല, പാമ്പ് കടിക്കാണ്ട് നോക്കണം. കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തോണി തുഴഞ്ഞ് അങ്ങോട്ടേക്ക് തീരുമാനമാവുമെന്ന് പറഞ്ഞു. എൻ്റെ മനെ കരുവാറ്റ ശ്രീ വിനായകൻ. എന്നാ നീളമാണ്. ഒരു കർവ് ഷേപ്പ് ഉണ്ടല്ലേ. ഇപ്പം ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് കേട്ടോ. എൻ്റെ മോനെ എന്നാൽ പുറത്തേക്ക് പോകാം. ഷെഡിന് നല്ല നീളമുള്ള ഷെഡ്. പാമ്പുണ്ടാവും എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ മൊത്തം കാടും മറ്റേ കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മിക്കവാറും പാമ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കി നടക്കാം നമുക്ക്. ഫുള്ള് വെള്ളം കേട്ടോ. ഒരു സ്പീഡ് ബോട്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മെറിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാടാ.